ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് PSC ബുള്ളറ്റിൻ പോയിൻറ്റ്സ് ആണ്. നമുക്ക് മുന്നോട്ട് പോവാം. ഹായ്, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. PSC എക്സാമുകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് PSC ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് PSC ബുള്ളറ്റിൻ ചോദ്യങ്ങൾ കൂടി പഠിച്ച് മുന്നോട്ട് പോവാം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് 2024 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എന്ന് പറയുന്നത് എമിലിയ പെരേസ്. എമിലിയ പെരേസ് ഫ്രഞ്ച് സിനിമയാണ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് ദ ബ്രൂട്ടലിസ്റ്റിന് സംവിധായകനാണ്. മികച്ച നടൻ എഡ്രിയൻ ബ്രൂഡി. എഡ്രിയൻ ബ്രൂഡി ദി ബ്രൂട്ടലിസ്റ്റിലെ നടനാണ്. മികച്ച നടി ഫെർണാഡോ ടോറസ്. ഫെർണാഡോ ടോറസ്. മികച്ച നടി ഫെർണാഡോ ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രത്തിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച സഹനടൻ കീരൻ കൾക്കിങ്. കീരൻ കൾക്കിങ് ആണ് മികച്ച സഹനടൻ. എ റിയൽ പെയിൻസ് എന്ന ചിത്രത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച സഹനടി സോയി സൽദാന. മികച്ച സഹനടി സോയി സൽദാന എമിലിയ പെരേസ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. അടുത്തത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ലഭിച്ച മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ ടൊവിനോ തോമസ്. ചിത്രം 2018. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. മികച്ച ഗായിക ആരാണ്? ബി അരുന്ധതിയാണ്. അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തു റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ CRPFിലെ മേധാവിയായി ബിദിൽ കുമാർ നിയമിച്ചു. CRPF മേധാവിയായി ബിദിൽ കുമാറിനെ നിയമിച്ചു. തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചത് ആരെയാണ്? തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. ആരാണ്? ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ജിമ്മി കാർട്ടർ ആണ്. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. എന്താണ്? ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനായ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS മണിലാൽ. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ S ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു.
പോയിന്റ് നോക്കാം. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഹേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമത് പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ്? ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഹേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമത് പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് എസ് മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിലാണ് 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. 2017 അയർലൻഡിനെതിരെ 358 റൺസുകൾ എടുത്തായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. ഈ പോയിന്റ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സാധ്യത ചോദ്യങ്ങളുമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.